അപ്പോളേ നമ്മൾ കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് കൊടൈക്കനാൽ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ ഒരു മ്യൂസിയം ഉണ്ട്. സേക്രഡ് ഹാർട്ട് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ്. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് അത് തുറന്ന് പ്രവർത്തിക്കുന്നത്. വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് വെറും 30 രൂപയുള്ളൂ. അപ്പോൾ കൊടൈക്കനാൽ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്കതൊരിക്കലും ഒരു നഷ്ടമാവില്ല. കാരണം അത്രമാത്രം അതിനകത്ത് കാണാനും പഠിക്കാനും ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അവർ പഠിച്ചതും പഠിക്കാനുള്ളതുമായിട്ടുള്ള ചരിത്രത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വന്യജീവികളുടെ, അതുപോലെ ചിത്രശലഭങ്ങൾ ഒക്കത്തിൻ്റെ ഒരുപാട് ഫോസിലുകൾ അവരവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കുറേ നാണയങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരിക്കലും കാണാത്ത കുറേ കാഴ്ചകൾ അവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെ വിസിറ്റ് ചെയ്യില്ല എന്ന് കരുതിയതായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ചുമ്മാ ഒന്ന് കയറി വയ്ക്കാതാ. പക്ഷേ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊടൈക്കനാൽ പോകുന്നവരുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും കയറി കാണുക. അതൊരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. അവിടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു സങ്കടം ഒക്കെ തോന്നി. കാരണം നമ്മുടെ ഗർഭപാത്രത്തിനകത്തുള്ള ഭ്രൂണത്തിൻ്റെ വിവിധ തരം ഘട്ടങ്ങൾ, ഒരു കാലഘട്ടങ്ങളിൽ ഉള്ള കുറേ ഭ്രൂണങ്ങളുടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടമൊക്കെ വന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനും കുട്ടികൾക്ക് പഠിക്കാനും പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കൊടൈക്കനാൽ പോകുന്നവരുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മ്യൂസിയത്തിൽ കയറി വിസിറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.